കാലുകുത്താൻ ഇടമില്ലാത്ത വിധം യാത്ര ചെയ്യേണ്ടി വരുന്ന വടക്കോട്ടുള്ള റെയിൽവേ യാത്രക്കാരുടെ ദുരിതമാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ അവതരിപ്പിക്കുന്നത്. എന്താ വടക്കോട്ടുള്ള മനുഷ്യരല്ലേ? അവർക്ക് അന്തസ്സോടുകൂടി യാത്ര ചെയ്യണ്ടേ? എന്താണ് ഈ പ്രശ്നത്തിന് ഇനിയും പരിഹാരമാകാത്തത്? റെയിൽവേ മേഖലയിൽ ഏറ്റവും അധികം വരുമാനം വരുന്ന ജില്ലയായിട്ടും മലപ്പുറത്തോടുള്ള റെയിൽവേയുടെ അവഗണന ഇപ്പോഴും തുടരുകയാണ്. പ്രധാന ട്രെയിനുകൾക്ക് തിരൂരിൽ ഉൾപ്പെടെ സ്റ്റോപ്പ് അനുവദിക്കാത്തതിനാൽ യാത്രക്കാർ വലിയ ദുരിതത്തിലാണ്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികാരികൾ കണ്ണു തുറക്കുന്നതേയില്ല എന്നതാണ് യാത്രക്കാരുടെ പരാതി. ദീർഘദൂര ട്രെയിനുകളുടെ സ്റ്റോപ്പുകളുടെ കാര്യത്തിൽ ഇപ്പോഴും മലപ്പുറം ജില്ലയോടുള്ള വിവേചനം തുടരുകയാണ്. ഷൊർണൂർ മംഗളൂരു പാതയിൽ കുതിച്ചോടുന്ന 33 ട്രെയിനുകളാണ് ജില്ലയിൽ എവിടെയും നിർത്താതെ പോകുന്നത്. ഇതിൽ ഡൽഹിയിലേക്ക് 10 ട്രെയിനുകളാണ് ജില്ലയിലൂടെ കടന്നു പോകുന്നത്. 9 എണ്ണവും ജില്ലയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലും നിർത്തുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ രാവിലത്തെ ആ വണ്ടി കോഴിക്കോട് തൃശ്ശൂർ പാസഞ്ചർ റീറ്റെയിൻ ചെയ്യുക. അതുണ്ടെങ്കിൽ പകുതി ആൾക്കാരും ഇപ്പം എക്സിക്യൂട്ടീവിനാണ് വരുന്നത്, സമയത്തിന് സ്കൂളിലും ജോലി സ്ഥലത്തൊക്കെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് റീറ്റെയിൻ ചെയ്യുക. പിന്നെ മിക്ക ലോങ് ഡിസ്റ്റൻസ് ട്രെയിനിൽ ഡി റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റ്സ് വെച്ചാൽ ഞങ്ങളെപ്പോലെയുള്ള യാത്രക്കാർക്ക് അതൊരു കുറച്ച് സൗകര്യമാവും. മിക്ക ദിവസങ്ങളിലും ലേഡീസ് കമ്പാർട്ട്മെൻറ്റ്, ലാസ്റ്റുള്ള ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് ആകെ ഒരു 4 സീറ്റുള്ളൊരു ബോഗിയാണ് കിട്ടാറുള്ളത്. കഷ്ടപ്പെട്ടിട്ട് ഇവിടെ ജോലി ചെയ്യാൻ വരുമ്പം ബസ്സിൽ ട്രാവൽ ചെയ്ത് വരിക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു. ഞങ്ങൾ സീസൺ ടിക്കറ്റ് എടുക്കുന്നുണ്ട്, പക്ഷേ ട്രെയിനിൽ വരാൻ പറ്റുന്നില്ല. ട്രെയിനുകൾ നിർത്തണമെങ്കിൽ യാത്രക്കാർ വേണമെന്നാണ് റെയിൽവേയുടെ നിലപാട്. എന്നാൽ വരുമാനവും യാത്രക്കാരുടെ എണ്ണവും വെച്ചു നോക്കിയാൽ ഒട്ടും പിറകിലല്ല തിരൂർ റെയിൽവേ സ്റ്റേഷൻ. 36 ലക്ഷത്തോളം യാത്രക്കാരിൽ നിന്ന് 25 കോടിയോളം രൂപ വരുമാനം ലഭിക്കുന്നുണ്ടെന്ന് യാത്രക്കാരുടെ സംഘടനകൾ പറയുന്നു. കോടികൾ മുടക്കി ഓരോ റെയിൽവേ സ്റ്റേഷനും നവീകരിക്കുക. എന്നാൽ ഒരു 2 മെമുവും അല്ലെങ്കിൽ 2-3 മെമു, ആ മെമു ഇട്ട് കഴിഞ്ഞാൽ ഈ യാത്രയ്ക്ക് ഒരുപാട് ക്ലേശത്തിന് ഒരുപാട് പരിഹാരം ഉണ്ടാവും. ഒന്നും വേണ്ട. 3 മണിക്ക് ഇവിടുന്ന് പോകുന്ന പരശുറാം എക്സ്പ്രസ് ഉണ്ട്, 5 മണിക്കാണ് കോഴിക്കോട് നിന്ന് എടുക്കുക. ആ ട്രെയിൻ ഒന്ന് പിന്നിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കുറച്ച് ഒരു 4 മണിക്കൊക്കെ ഇവിടുന്ന് എടുക്കുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് അതൊരു സൗകര്യം. എന്നാലും ഈ പാസഞ്ചർ പോയി കഴിഞ്ഞാലുള്ള യാത്രയ്ക്ക് വേറെ സൗകര്യമൊന്നുമില്ല. സംസ്ഥാനത്ത് ഏറ്റവും ജനസംഖ്യയുള്ള ജില്ലയോടുള്ള റെയിൽവേയുടെ അവഗണനയിൽ രാഷ്ട്രീയ പാർട്ടികളും കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ.